ഇനി ദീപക് ധർമ്മടത്തോടൊപ്പം മന്ത്രി എ.കെ. ശശീന്ദ്രൻ ചേരുകയാണ്. ദീപക്, ഗുഡ് മോർണിംഗ്. ദീപക്കും ഒരുപാട് സങ്കടങ്ങൾ കണ്ടതാണ്, നേരിട്ട് കണ്ടതാണ്. ഇന്നിപ്പോൾ മന്ത്രിക്കൊപ്പം നിൽക്കുമ്പോൾ അദ്ദേഹവും ഒരുപാട് ഈ ദുരനുഭവങ്ങളൊക്കെ കണ്ട് ആണ് ഇവിടെ നിൽക്കുന്നതെന്ന് നമുക്കറിയാം. ഇന്നിപ്പോൾ ഏത് വിഷയത്തിലാണ് അദ്ദേഹം സംസാരിക്കുക? സ്മിത, പ്രവിത, അക്ഷരാർത്ഥത്തിൽ നമ്മളൊക്കെ ഉള്ളുലഞ്ഞുപോയ ദിവസങ്ങളായിരുന്നു വയനാട്ടിൽ പിന്നിട്ടത്. ആ 2 ആഴ്ചക്കാലം ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടാകരുത് എന്നാണ് പ്രാർത്ഥിച്ചത്. ഒരുപക്ഷെ മന്ത്രിമാർ വിങ്ങിപ്പോകുന്ന, സ്വകാര്യമായി നമ്മളോടൊക്കെയുള്ള സംഭാഷണ വേളയിൽ കണ്ണ് നനയുന്ന കാഴ്ചകൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. കാരണം പലപ്പോഴും അവർക്കൊന്നും മാധ്യമങ്ങളിൽ അത്തരത്തിൽ വരാൻ താല്പര്യമില്ലാത്തതായിരുന്നു. ആ ഒരു ചൂരൽമലയിൽ നിന്നും മന്ത്രി എ.കെ. ശശീന്ദ്രൻ, വനമന്ത്രി, വിങ്ങിപ്പൊട്ടുന്നത് നമ്മൾ കണ്ടതാണ്. അദ്ദേഹം അതുവരെ പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചതാണ്. ഈ വേളയിൽ വയനാട് പുനരധിവാസത്തിനെക്കുറിച്ച്, വയനാട് ദുരന്ത നിവാരണത്തിൻ്റെ ഇനി അടുത്ത ഘട്ടത്തെക്കുറിച്ച് നമ്മളോടൊപ്പം 24-നൊപ്പം പങ്കുവയ്ക്കാൻ വേണ്ടി എ.കെ. ശശീന്ദ്രൻ വനമന്ത്രി ചേരുകയാണ്. മിനിസ്റ്റർ, ആദ്യം തന്നെ അഭിനന്ദനമാണ്. മികച്ച ഏകോപനത്തിൽ അങ്ങുൾപ്പെടെ പ്രായാധിക്യങ്ങളെ വകവയ്ക്കാതെയായിരുന്നു അവിടെ പ്രവർത്തിച്ചത്. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശങ്ങൾ ഓരോ ഘട്ടത്തിലും നിങ്ങൾ നടപ്പിലാക്കുന്നത് നമ്മൾ നേരിട്ട് കണ്ടതാണ്. ഏകോപന സമിതിയുടെ, അതായത് മന്ത്രിതല ഉപസമിതിയുടെ ഇനിയുള്ള പ്രവർത്തനങ്ങൾ എന്താണ്? മന്ത്രിതല ഉപസമിതിയുടെ പ്രധാനപ്പെട്ട ചുമതല ദുരന്തഭൂമിയിൽ നിന്നും മനുഷ്യരെ രക്ഷപ്പെടുത്തുക, അതിനുള്ള പ്രവർത്തനങ്ങളിൽ ഏകോപനം നൽകുക എന്നുള്ളതാണ്. ആ കാര്യത്തിൽ തൃപ്തികരമായ വിധത്തിൽ ഞങ്ങൾക്ക് 4 പേർക്കും പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന തോന്നലാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളത്. പക്ഷേ എത്ര ചെയ്താലും തൃപ്തി വരാത്ത ഒരു സാഹചര്യമാണ് വയനാട്ടിൽ ഇപ്പോഴും നിലനിൽക്കുന്നത് എന്ന കാര്യം വിസ്മരിക്കാനും സാധിക്കുകയില്ല. മന്ത്രിസഭാ ഉപസമിതി 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന സചേതനമായ ഒരു സമിതിയായി നിലനിർത്താൻ കഴിഞ്ഞു എന്നതാണ് ഞങ്ങൾക്ക് സംതൃപ്തി നൽകുന്നത്. തുടർ നടപടികളിലും ഫലപ്രദമായ വിധത്തിൽ ഇടപെടാൻ തന്നെയാണ് മന്ത്രിസഭാ ഉപസമിതി തീരുമാനിച്ചിട്ടുള്ളത്. ഇനി റവന്യൂ മന്ത്രിയുമായി ചർച്ച ചെയ്ത് നാളെ വയനാട്ടിൽ പോകണം, നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ വയനാട്ടിൽ പോകണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. കാരണം 20-ാം തീയതിയോടുകൂടി താൽക്കാലിക പുനരധിവാസം സംബന്ധിച്ച പ്രവർത്തനങ്ങൾക്ക് ഒരു തൃപ്തികരമായ പുരോഗതി ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടുള്ള ശ്രമങ്ങൾ ഇവിടെ തുടരുന്നുണ്ട്. അത് എത്രത്തോളമായി എന്ന് ഞങ്ങളിൽ ആരെങ്കിലും ഒരാൾ, അപ്പോൾ ഞാൻ റവന്യൂ മന്ത്രിയുമായും PWD മന്ത്രിയുമായും ബന്ധപ്പെടുന്നുണ്ട്, ആരെങ്കിലും ഒരാൾ പോകണമെന്ന് ഞങ്ങൾ ആലോചിക്കുന്നുണ്ട്. ഈ വയനാടിൻ്റെ ചുമതലക്കാരൻ കൂടിയാണ് അങ്ങ്. മന്ത്രിസഭാ തലത്തിൽ വയനാടിൻ്റെ ചാർജ് ഇപ്പോഴും അങ്ങേക്കാണ്. ഒരു പ്രധാനപ്പെട്ട കാര്യം, പ്രധാനമന്ത്രി ഒരു ദിവസം മുഴുവൻ സന്ദർശനം നടത്തി കേരളമാണെങ്കിൽ സാമ്പത്തിക പ്രതിസന്ധിയിൽ നട്ടം തിരിയുകയാണ്. കേന്ദ്ര സഹായം ഇതുവരെ ഒന്നും കിട്ടിയില്ല എന്നാണ് മനസ്സിലാവുന്നത്. എന്താണ് വസ്തുത? സർക്കാരിൻ്റെ പ്രതീക്ഷ എന്താണ്? പ്രധാനമന്ത്രിയുടെ വയനാട് സന്ദർശനം വലിയൊരു ആത്മവിശ്വാസവും പ്രതീക്ഷയും നൽകിയ സന്ദർശനമായിരുന്നു. മറ്റൊരു സ്ഥലത്തും കാണിക്കാത്തതുപോലെ ഏറെ സമയമെടുത്ത് അദ്ദേഹം ദുരന്തഭൂമിയും ദുരന്തബാധിതരെയും കാണുകയുണ്ടായി. ഞങ്ങൾ മന്ത്രിസഭാ ഉപസമിതിയിലെ അംഗങ്ങളും മറ്റ് മുതിർന്ന ഓഫീസർമാരുമായുള്ള കൂടിക്കാഴ്ചയും അദ്ദേഹം നടത്തുകയുണ്ടായി. അദ്ദേഹം അവിടെ നമ്മെ അറിയിച്ചത്, ഈ പ്രശ്നം പരിഹരിക്കുന്ന കാര്യത്തിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല, കേന്ദ്ര സർക്കാർ നിങ്ങളോടൊപ്പമുണ്ട് എന്നായിരുന്നു. പക്ഷേ ആ പ്രതീക്ഷകൾ അർത്ഥവത്താക്കണം എന്ന് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി കരുതുന്നുവെങ്കിൽ ഈ ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു ദിവസം ഒരു ഇടക്കാല ആശ്വാസമെങ്കിലും പ്രഖ്യാപിക്കാമായിരുന്നില്ലേ എന്ന സംശയം ആളുകളുടെ ഇടയിൽ മന്ത്രി എ.കെ. ശശീന്ദ്രനാണ് ഇത് വയനാടിൻ്റെ ഒരു ചുമതലയുള്ളത്. അപ്പോൾ അദ്ദേഹം പറയുകയായിരുന്നു, സംസ്ഥാന സർക്കാരിൽ നിന്ന് കേന്ദ്ര സർക്കാരിൽ നിന്ന് കിട്ടേണ്ട പൈസ നമ്മൾ ധനസഹായം അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അതുപോലെ പ്രധാനമന്ത്രി നേരിട്ട് ഇവിടെ വന്ന് കണ്ടതാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ആ സഹായധനം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ഊർജിതമായി തന്നെ ഈ കാര്യങ്ങളൊക്കെ നടപ്പാക്കാൻ കഴിയും. രക്ഷാപ്രവർത്തനം എന്നുള്ളത് ഇത്രയും ദിവസം നീണ്ടു നിന്നതാണ്. ഇനിയിപ്പോൾ തീർച്ചയായിട്ടും പുനരധിവാസമാണ്. അതിലെല്ലാ തരത്തിലുള്ള അവർക്കുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ വേണം. ഒപ്പം തന്നെ അവർക്ക്
അവർക്ക് വേണ്ട മാനസിക പിന്തുണ വേണം അല്ലേ? അപ്പോൾ ആ രീതിയിലൊക്കെ കാര്യങ്ങൾ മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു.